സുന്നി മഹല്ല് ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് തിരിച്ചടി. മുസ്തഫ മുണ്ടുപാറയും മോയിൻകുട്ടി കൊടിയത്തൂരും അടക്കമുള്ളവർ പരാജയപ്പെട്ടു. അതേസമയം തെരഞ്ഞെടുപ്പിൽ ലീഗ് അനുകൂലികൾക്ക് നേട്ടം. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, വിവരങ്ങൾ. സമസ്തയുടെ പോഷക സംഘടനയായിട്ടുള്ള സുന്നി മഹല്ല് ഫെഡറേഷന്റെ ജില്ലാതലം വരെയുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പുകൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പഞ്ചായത്ത് തലത്തിൽ തന്നെ മുതിർന്ന ലീഗ് വിരുദ്ധരായിട്ടുള്ള സമസ്തയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ തോറ്റുപോകുന്നു എന്നൊരു സാഹചര്യമാണ്. SOSന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുസ്തഫ മുണ്ടുപാറയും അടക്കമുള്ളവർ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ലീഗ് വിരുദ്ധരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. സമസ്തയിലെ ലീഗ് വിരുദ്ധരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ലീഗ് അനുകൂലികൾക്ക് വലിയ നേട്ടമുണ്ടാകുന്ന രീതിയിലേക്കാണ് സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ വരണാധികാരി സംബന്ധിച്ച ഒരു തർക്കം ലീഗ് വിരുദ്ധർ ഉന്നയിച്ചിരുന്നു. അത് അവരുടെ ആ ഒരു നിലപാട് വന്നത്, അതായത് ജിഫ്രി തങ്ങളെ ഒഴിവാക്കി MT അബ്ദുള്ള മുസ്ലിയാരെ വരണാധികാരിയാക്കി എന്നതായിരുന്നു അവരുടെ ആരോപണം. പക്ഷേ അത് ആരോപണം അടിസ്ഥാനമില്ലാത്തതാണ് എന്നുള്ളതാണ് ലീഗ് അനുകൂലികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെയും ഈ സുന്നി മഹല്ല് ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പുകളിൽ വരണാധികാരിയായി MT അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ളവർ നിന്നിരുന്നു. ഒപ്പം തന്നെ ആലിക്കുട്ടി മുസ്ലിയാർ അടക്കം നിന്നിരുന്നു എന്നുള്ളത് അവർ ഇതിന് ലീഗ് അനുകൂലികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമസ്തയിലെ ലീഗ് വിരുദ്ധർ വെറുതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. നിലവിൽ അവർക്ക് വലിയ പരാജയമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് ലീഗ് അനുകൂലികൾ. ലീഗിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഈ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് സമസ്തയുടെ ഏറ്റവും ശക്തമായ പോഷക ഘടകമാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. കാരണം മഹല്ലുകളുടെ ഭരണം ഉൾപ്പെടെ നിയന്ത്രിക്കുന്നതിൽ സുന്നി മഹല്ല് ഫെഡറേഷന് വലിയ പങ്കുണ്ട്. സ്വാഭാവികമായും അതിന്റെ അധികാര പദവിയിലേക്ക് വരുമ്പോൾ അത് ലീഗിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന 16-നാണ് സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും ജില്ലാതലങ്ങളിലും താഴെത്തലങ്ങളിലുമെല്ലാം തന്നെ ലീഗ് വിരുദ്ധർക്ക് തിരിച്ചടി ഉണ്ടായതോടുകൂടി സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പിലും ലീഗ് അനുകൂലികൾ, സമസ്തയിലെ ലീഗ് അനുകൂലികൾ വലിയ നേട്ടം കൊയ്യുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. വൃന്ദ. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.